ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഡോറാബുജി ക്യൂട്ട് ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ദിവസം എന്ന് പറഞ്ഞാൽ പനി ദിവസമാണ്. നമ്മുടെ പ്രിൻസിന് പനിയാണ്, ഡോറയ്ക്ക് പനിയാണ്, ഗബ്രൂട്ടന് പനിയാണ്. ഗബ്രൂട്ടനെ വീഡിയോയിൽ കാണിക്കാത്ത മനഃപൂർവ്വം കേട്ടോ, വേറൊന്നും വിചാരിക്കേണ്ട. മനഃപൂർവ്വമാണ് വീഡിയോ കാണിക്കുന്നത്, മറ്റൊന്നും കൊണ്ടല്ല. ഗബ്രൂട്ടന് ഫുഡ് കൊടുക്കുകയാണ് ഇപ്പോൾ ഡോറ. അപ്പോൾ നമ്മൾ മിക്കപ്പോഴും ഗബ്രൂട്ടിന് കൊടുക്കുന്ന ഫുഡും കാര്യങ്ങളും ഗബ്രൂട്ടിൻ്റെ ആക്ടിവിറ്റീസും ഒക്കെ നമ്മളാണെങ്കിൽ ഭാവിക്കേണ്ട ഗബ്രൂട്ടൻ്റെ ആക്ടിവിറ്റീസൊക്കെ നമ്മളാണെങ്കിൽ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ടായിരുന്നു. ചുമ്മാ ചുമയ്ക്കും. ഗബ്രൂട്ടൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല കേട്ടോ, ഭയങ്കര ചുമയും മൂക്കടപ്പും മൂക്കൊലിപ്പൊക്കെ ആയിരുന്നു. ഞങ്ങൾ ഇന്നലെ രാത്രി ഉറങ്ങിയില്ല, മെനഞ്ഞാന്ന് രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല മോന്. കുറേ നാൾ ഫെബ്രുവരി മാസത്തിലും ജനുവരി മാസത്തിലും ഒന്നും മോന് ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. അടുത്ത മാസം മോൻ്റെ ജന്മദിനമാണ്. അതങ്ങോട്ട് അടുത്ത് വന്നപ്പം ഗബ്രൂട്ടന് പ്രശ്നങ്ങളായി. അല്ലെങ്കിലും ഞങ്ങൾക്ക് എങ്ങനെയാണ് കേട്ടോ, ഞങ്ങളുടെ ജീവിതം എന്ന് വെച്ചാൽ സന്തോഷിക്കാൻ ദൈവം എന്തെങ്കിലും ഒരു വക തരികയും ചെയ്യും, പെട്ടെന്ന് തന്നെ ആ സന്തോഷത്തെ ദൈവം എടുത്തുകളയും ചെയ്യും. ഈ പറയാറില്ലേ, കൂടുതൽ സ്നേഹമുള്ളവരെ ആ ദൈവം പരീക്ഷിക്കുന്നത്. ചിലപ്പോൾ ഞങ്ങളെ ആണെങ്കിൽ ഒരുപാട് ഇഷ്ടമായിരിക്കും ദൈവത്തിന്, അതുകൊണ്ടാണ് ഇങ്ങനെയിട്ട് നമ്മളെ ആണെങ്കിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. തുണി എടുത്തിട്ട് അപ്പോൾ എന്താ പറയുക, ടെൻഷനും വിഷമമൊക്കെ ഉള്ള ദിവസങ്ങളാണ് ഇപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഗബ്രൂട്ടന് അസുഖം കൂടുന്ന സമയത്താണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഗബ്രൂട്ടൻ കാണിച്ചു തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാവിലെ ഡോറേൻ്റെ അടുത്ത് പറയുകയും ചെയ്ത്, നമ്മളിവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇടയ്ക്ക് കാണിക്കാറുണ്ട് ഗബ്രൂട്ടനെ. കാരണം മെഡിക്കൽ കോളേജിൽ ചില ദിവസങ്ങളിൽ ഡോക്ടറില്ല, വെള്ളിയും ശനിയാഴ്ച മാത്രം മെഡിക്കൽ കോളേജ് ഡോക്ടറുള്ളൂ. അപ്പം ഇടയ്ക്ക് ഗബ്രൂട്ടന് കൂടുതലാവുന്ന സമയത്ത് നമ്മളാണെങ്കിൽ ഇവിടുത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ പീഡിയാട്രീഷ്യനെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒത്തിരി ലോങ് ആയതുകൊണ്ട് അവിടുത്തെ പീഡിയാട്രീഷ്യനെ കാണിക്കാതെ നമ്മുടെ വീട്ടിനടുത്ത് തന്നെ പീഡിയാട്രീഷ്യനെ പിന്നെ ഇടയ്ക്ക് കാണിച്ച് തുടങ്ങിയത്. ഭയങ്കര ചുമയൊന്ന് മൂക്കൊലിപ്പും ഭയങ്കരമായിട്ടങ്ങ് മൂക്കൊലിക്കുന്നു. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് നമ്മളാണെങ്കിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങൾ. നമ്മളിവിടെ ഗബ്രൂട്ടിന് മൊബൈൽ കാണിച്ചോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല നമ്മൾ ഫുഡ് കൊടുക്കുന്നത്. ഗബ്രൂട്ടിന് ഇവിടെ കളിപ്പിക്കാനായിട്ട് ഒരുപാട് പേരുണ്ട്. പ്രിൻസ് ഉണ്ട് കളിപ്പിക്കാൻ, ഡോറ ഉണ്ട്, ഞാനുണ്ട്, അമ്മയുള്ള സമയത്ത് അമ്മയുണ്ട്, പിന്നെ നമ്മുടെ പ്രിൻസിമോളുണ്ട്. അപ്പോൾ എല്ലാവരും ഗബ്രൂട്ടിനെ കളിപ്പിക്കും. അപ്പോൾ ഗബ്രൂട്ടൻ ഫുഡ് കഴിച്ച് തുടങ്ങി ആ സമയം തൊട്ടേ ഗബ്രൂട്ടൻ എന്നെ നോക്കിക്കൊണ്ടിരിക്കട്ടെ, അതാ ഞാൻ അങ്ങോട്ടും ഇടയ്ക്ക് നോക്കുന്നത്. അപ്പം എന്താ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നു. അപ്പോൾ ഗബ്രൂട്ടനാണെങ്കിൽ ഫുഡ് കഴിച്ച് തുടങ്ങിയ സമയം തൊട്ട് നമ്മൾ ഗബ്രൂട്ടനെ ആണെങ്കിൽ കളിപ്പിച്ചാണ് ഫുഡ് കൊടുക്കുന്നത്. അവന് ഇഷ്ടപ്പെട്ട ടോയ്സ് കൊടുത്ത് അവനിഷ്ടപ്പെട്ട രീതിയിൽ അവൻ്റെ കൂടെ ചേർന്ന് നിന്ന് അങ്ങനെയാണ് ഞങ്ങൾ ഗബ്രൂട്ടന് ഫുഡ് കൊടുക്കുന്നത്. അതായത് ഗബ്രൂട്ടൻ്റെ പോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കൂടെ നമ്മൾ കളിക്കുമ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുമ്പോഴൊക്കെ നമ്മളും കുഞ്ഞായി മാറിയിട്ട് വേണം, കുഞ്ഞിനെ പോലെ ചിന്തിച്ച് കുഞ്ഞിനെ പോലെ പ്രവർത്തിച്ച് ഫുഡ് കഴി അങ്ങനെ വേണം നമ്മൾ ഫുഡ് കൊടുക്കാനായിട്ട്. അപ്പം ഞങ്ങൾ അങ്ങനെയാണ് കൊടുക്കുന്നത്. ഇത് ഞങ്ങൾക്കാരും പറഞ്ഞു തന്നല്ല, നമ്മളും ഇപ്പോൾ ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് കൊച്ചു പിള്ളേരുടെ സ്വഭാവമാണ്. പിന്നെ ഡോറയും ഏകദേശം അതുപോലുള്ളൊക്കെ സ്വഭാവം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മെച്യൂരിറ്റി ഇല്ല, ഉള്ളത് ഞാൻ പറയാം. എനിക്ക് വെറുതെ പറയുന്ന എനിക്കിപ്പോഴും മെച്യൂരിറ്റി ഉണ്ടെന്ന് എൻ്റെ ദൈവമേ, ഒരാളെങ്കിലും പറഞ്ഞു മെച്യൂരിറ്റി ഉണ്ടെന്ന്. 24 hours എൻ്റെ കൂട്ടുകാരൻ പറയുന്നത് എനിക്ക് തീരെ മെച്യൂരിറ്റി ഇല്ല, പിള്ളേരെ പോലെ സ്വഭാവം കാണിച്ച് ഞാൻ നടക്കുന്നത്. കുടുംബമായി ഇനിയെങ്കിലും കുടുംബസ്ഥൻ അങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുന്നത്. അതിന്റെ കൂടെ ചേർന്ന് കളിയാക്കുന്നുള്ളതാ ഇവളും. അവളിപ്പോ വീഡിയോയിൽ പറയുന്നത് എനിക്ക് മെച്യൂരിറ്റി ഉണ്ടെന്ന്. ഇപ്പൊ ഉണ്ട്. എങ്ങനെയുണ്ട് ഇപ്പൊ ഇത് നമ്മുടെ സാഹചര്യം കൊണ്ടൊക്കെ ഇപ്പൊ ഭയങ്കര മെച്യൂരിറ്റി ആയിട്ടുണ്ട്. ആർക്കറിയാം, ഒരു ഭർത്താവൊക്കെ ആയപ്പോ കുറച്ച് മെച്യൂരിറ്റി ആയി. അപ്പൊ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് നമ്മുടെ ഗബ്രൂട്ടൻ ഫുഡ് കഴിക്കുന്ന രീതിയിലായിരിക്കില്ല. ചുമ കിട്ടില്ലേ, നമ്മള് ഷെഡൊക്കെ പണിയുന്നതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റിലും കാര്യത്തിലൊക്കെ ആയിരുന്നു. ഇപ്പൊ എന്തായാലും ഇതോടുകൂടി ഏകദേശം നമ്മുടെ സന്തോഷം എല്ലാം പോയിട്ടുണ്ട്.
ആ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം എന്തായാലും പോയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ ഗബ്രൂട്ടൻ ഫുഡ് കഴിക്കുന്ന രീതിയിലായിരിക്കില്ല മറ്റുള്ള കുട്ടികൾ ഫുഡ് കഴിക്കുന്നത്. നമ്മുടെ പ്രിൻസിൻ്റെ കുട്ടിക്കാലത്ത് ഫുഡ് കഴിച്ചിരുന്നതെന്ന് വെച്ചാൽ അമ്മ ഉണ്ടല്ലോ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇവൻ കുഞ്ഞായിരുന്ന സമയത്ത് ഇവനെ എടുത്ത് ഇങ്ങനെ മടിയിലെടുത്ത്, എന്നിട്ട് 2 കാലും കൂടി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു കൂട്ടിപ്പിടുത്തം എടുത്തു, എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് കിടത്തി ഇതിലോട്ട് ഇങ്ങനെ പിടിച്ചിട്ടാണ് ഫുഡ് കോരി കൊടുത്തോണ്ടിരുന്നത്. കഴിക്കത്തില്ല. പ്രിൻസ് അങ്ങനെ ആയിരുന്നു കുട്ടിക്കാലത്ത്. അപ്പം ഇപ്പോഴും അമ്മ അത് പറയാറുണ്ട്, കുഴച്ചായിരിക്കും കൊടുത്തിട്ടുള്ളത്. എന്തിനു പറയുന്നത്, എനിക്ക് പോലും അങ്ങനെ തന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ കുട്ടികൾ ചിലപ്പം ഒരു ഘട്ടത്തിൽ ഫുഡ് കഴിക്കില്ല. നമ്മൾ നിർബന്ധിച്ച് കൊടുക്കേണ്ടി വരും, തമാശയ്ക്ക് കൊടുക്കേണ്ടി വരും, കളിച്ചിരിയായിട്ട് കൊടുക്കേണ്ടി വരും, അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കേണ്ടി വരും. അതായത് എന്താ അപ്പോ ഓരോ കുട്ടികളുടെയും സ്വഭാവത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സമയത്തെ ആ ഒരു രീതി അനുസരിച്ചായിരിക്കും അവർ ഫുഡ് കഴിക്കുന്നത്. ചില കുട്ടികൾ ഫുഡ് കഴിക്കില്ല, ചില കുട്ടികൾ ഫുഡ് കഴിക്കും. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കുട്ടി ഫുഡ് കഴിക്കാതിരുന്നിട്ട് മറ്റൊരു കുട്ടി ഫുഡ് കഴിക്കുമ്പം ആ കുട്ടീനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്രത്യേകിച്ചും ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മൾ ആദ്യമേ നമ്മുടെ കുഞ്ഞിൻ്റെ അടുത്ത് നമ്മൾ നിൽക്കുന്ന രീതി, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം കാണിക്കുന്ന രീതിയുണ്ട്, ഫോൺ കൊടുത്തിട്ടാണ് കുട്ടികളെ ഫുഡ് കഴിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഫോൺ കൊടുത്താണ് കുട്ടികളെ കളിപ്പിക്കുന്നത്. ഇവിടെ ഗബ്രൂട്ടിന് നമ്മൾ ഫോൺ കൊടുക്കാറുണ്ട്. എന്താ കൈ കൊടുക്കാറില്ല കേട്ടോ, അല്ലാതെ ഗബ്രൂട്ടിന് ചുമ്മാ ഇരിക്കും, ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞിരിക്കുക, ഫുഡ് കഴിക്കുക. ഇവിടെ പാട്ട്, ഇവിടെ നമ്മൾ മേളിലാണെങ്കിൽ ഒരു ലൈറ്റും സ്പീക്കറും കൂടെ വരുന്ന, ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും കൂടെ വരുന്ന സംഭവം നമ്മൾ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. കാണാൻ പറ്റുമോ അറിയില്ല, ജസ്റ്റ് ഞാൻ കാണിക്കാവേ. ഇതേണ്ടേ, അപ്പം അത് ഇട്ടിട്ടുണ്ട്. അത് ഇട്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് പാട്ട്, നമ്മൾ അതിനകത്ത് പാട്ട് വെക്കും. അപ്പം ഗബ്രൂട്ടൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ പാട്ട് കേട്ടിട്ട് അവനങ്ങനെ ശാന്തമായിട്ടിരിക്കും. അങ്ങനെയാണ് ഗബ്രൂട്ടന് നമ്മളിവിടെ കൂടുതലും മൊബൈൽ ഉപയോഗം ഗബ്രൂട്ടന് നടത്തുന്നത്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ കാർട്ടൂൺ കാണുന്ന ഇഷ്ടമാണ്. അപ്പോൾ കാർട്ടൂൺ നമ്മൾ വെച്ച് കൊടുക്കും. പക്ഷെ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഇതൊന്നും ചെയ്യാറില്ല. ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഫുഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ടോയ്സ് കൊടുക്കും. അവന്റെ ടോയ്സ് കണ്ട് താഴെ നിരന്ന് കിടപ്പുണ്ട്. അപ്പോൾ അവൻ്റെ ടോയ്സ് അവന് വെച്ച് കൊടുക്കും, അവൻ അത് വെച്ച് കളിക്കും. നമ്മൾ അവനെ കളിപ്പിക്കും. ഇപ്പം പ്രിൻസി ഉണ്ടെങ്കിൽ പ്രിൻസ് അപ്പുറത്തെ സൈഡിൽ നിന്ന് പ്രിൻസ് കളിപ്പിക്കും, എന്നിട്ടാണ് ഇപ്പം ഫുഡ് കഴിക്കുന്നത്. ഇപ്പം പ്രിൻസ് ഫുഡ് കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രിൻസും കളിപ്പിക്കും. അലമ്പായി തുടങ്ങി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മോന് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളും അതുപോലെ ശ്രമിക്കുക. അല്ലാതെ മൊബൈൽ കൊടുത്തിട്ടോ കുഞ്ഞിനെ ബലം പിടിച്ചോ ഒന്നും ഫുഡ് കൊടുക്കാതെ അവൻ്റെ ആവശ്യം മനസ്സിലാക്കി അവൻ്റെ ഇഷ്ടം മനസ്സിലാക്കിയിട്ട് ഫുഡ് കഴിക്കുക. അതല്ലാതെ വന്നിട്ട് ഇതുപോലുള്ള ഇത്തരത്തിലുള്ള കമൻറ്റും കാര്യങ്ങളും ഇട്ട് കഴിഞ്ഞിട്ട് യാതൊരു ഗുണവുമില്ല. ഇപ്പം നിങ്ങളൊന്ന് ചിന്തിക്കുക, എൻ്റെ കുഞ്ഞിനെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് വിഷമം വരും. ഞങ്ങൾക്ക് വിഷമം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ മനസ്സുകൊണ്ടെങ്കിൽ ഒരു നേരമെങ്കിലും അറിയാതെയെങ്കിലും ശപിച്ചു പോകും. നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ ഇത് നിങ്ങൾക്കായിരിക്കില്ല ഏൽക്കുന്നത്, നിങ്ങളുടെ കുട്ടികൾക്കായിരിക്കാം ഒരുപക്ഷെ ഇത് ഏൽക്കുന്നത്. ഇത് നമ്മുടെ ഗബ്രൂട്ടനെ നമ്മുടെ കൈ കിട്ടുന്നതിന് മുൻപേ തൊട്ടേ നമ്മൾ കുഞ്ഞിൻ്റെ പേരിലുള്ള നെഗറ്റീവ് കമൻറ്റുകൾ കേൾക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാർ മാനസിക രോഗികളാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. എൻ്റെ ചിന്തയെല്ലാം അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പം ഞങ്ങളെ പറയുന്നത് പോലെയല്ല, ഒന്നും അറിയാത്തൊരു കുഞ്ഞിനെ വന്ന് പറയുമ്പം അവരുടെ മാനസികാവസ്ഥ ശരിയല്ലാത്തത് കൊണ്ട് തന്നെയാണ് അവർ പറയുന്നത്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ, ആ രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് അവരുടെ മേളിൽ നമ്മളൊരു ആധിപത്യം ചെലുത്തി, ഇപ്പം എൻ്റെ അമ്മയൊക്കെ ചെയ്തതുപോലെ പിടിച്ചു കിടത്തി വായിക്കാത്തോട്ട് കുത്തിക്കയറ്റി കൊടുക്കാതെ അവരുടെ കൂടെ ഇരുന്ന് കുറച്ച് നേരം കളിക്കുക, തമാശയും കാര്യങ്ങളും പറയുക. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ കുഞ്ഞുങ്ങളെ ആണെങ്കിൽ ഫുഡ് കൊടുക്കുന്ന സമയത്ത് കാക്കേനെയും പൂച്ചേനെയും അമ്പിളിമാമനെയൊക്കെ കാണിച്ചിട്ടാണ് ഫുഡ് കൊടുക്കാറുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കുക. കുഞ്ഞിനായിട്ട് കളിക്കുക, കുഞ്ഞിനോട് തമാശകൾ പറയുക, അവൻ്റെ കൂടെ ഇരുന്ന് ചിരിപ്പിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കൊടുക്കുന്ന ഫുഡ് കഴിക്കും. ഇവിടെ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്.
സത്യത്തിൽ ഇനി മുതൽ ഗബ്രൂട്ടന്റെ വീഡിയോസ് ഇടണോ വേണ്ടയോ എന്നുള്ളത് പോലും ഞങ്ങളിപ്പോൾ സംശയിച്ചിരിക്കുന്നവര്. ഡോറ ഇതുവരെ ആ കമന്റ് കണ്ടിട്ടില്ല. എനിക്ക് ഇന്നലെ രാത്രി ഞാൻ കമന്റ് കണ്ടാണ്. എനിക്ക് സത്യത്തിൽ നല്ലതുപോലെ ഫീൽ ആയെന്ന് വെച്ചാൽ അത് എന്താ പറയാ, അവരങ്ങനെ ഒരുപാട് അനാവശ്യ വാക്കുകൾ പറഞ്ഞില്ല. അവർ പറഞ്ഞത് ഇത്രേ ഉള്ളൂ, ഈ ചെറുക്കൻ എന്ത് കിട്ടിയാലും വലിച്ചു വാരി കഴിക്കുമല്ലോ, എന്താണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുത്താലും എൻ്റെ മക്കൾ കഴിക്കില്ല, അവരെ പ്രസവിക്കുന്ന സമയത്ത് പോലും ഞാൻ ഇത്രയും വേദന അനുഭവിച്ചിട്ടില്ല, ഈ ചെറുക്കനാണെങ്കിൽ എല്ലാം വാരി വലിച്ച് തിന്നു. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് നല്ലോണം അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പം നല്ലതുപോലെ ഫീലായി. അപ്പൊ ഞാൻ പറഞ്ഞു അവരോട്, ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ, മറ്റുള്ളവരെ കുറ്റം പറയാതെ കുഞ്ഞിന്റെ ആവശ്യം അനുസരിച്ച് അവർക്ക് ഫുഡ് കൊടുക്കുക. അവനെ മോനാണെങ്കിലും മോളാണെങ്കിലും ശരിയാണ്, ആ കുഞ്ഞിന്റെ ആവശ്യം അനുസരിച്ച് അതിന്റെ ഇഷ്ടം അനുസരിച്ച് അതിന് ഫുഡ് കൊടുക്കാൻ നോക്ക്. അപ്പൊ എന്തായാലും അത് ഫുഡ് കഴിക്കും. ഒരിക്കലും ഇങ്ങനെ കമന്റ് ഇട്ടത് കൊണ്ട് നിങ്ങളുടെ കുട്ടി ഒരിക്കലും ഫുഡ് കഴിക്കാൻ പോകുന്നില്ല എന്നിട്ട് അപ്പം അതിനെ തിരിച്ച് വീണ്ടും ഒരു കമന്റ് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, അത് നിങ്ങളുടെ സംസ്കാരം, അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളൊരിക്കലും അത് മാറാനും പോകുന്നില്ല മാറ്റാനും പോകുന്നില്ല നമുക്കറിയാം. എന്തായാലും ഒരു കാര്യം, ഈ ഒരു സ്വഭാവം ഒരിക്കലും കുഞ്ഞിനെയും കൂടെ പഠിപ്പിക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതിന് വീണ്ടും കമന്റ് ഇട്ടുണ്ട്, നമ്മളതൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല എന്തായാലും. പക്ഷെ ഇത്രേ ഉള്ളൂ, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഫുഡ് കൊടുക്കുന്ന സമയത്ത്, ഞാൻ എല്ലാവരെയും കുറ്റം പറയുന്നില്ല കേട്ടോ, ഇവിടെ നമ്മൾ നമ്മുടെ കുഞ്ഞുമായിട്ട് ഇപ്പോൾ ഒരു പക്ഷേ ഞങ്ങളുടെ ആദ്യത്തെ കുട്ടി ആയതുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഒരു കുട്ടി പോയതിന് ശേഷം രണ്ടാമതൊരു കുട്ടിയെ കിട്ടിയപ്പം കൂടുതലും അതിനോട് ഞങ്ങൾ അറ്റാച്ച്ഡ് ആയതുകൊണ്ടായിരിക്കാം, എന്തോ അറിയില്ല. ഗബ്രൂട്ടൻ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇവിടെ ഉള്ള എല്ലാവർക്കും ജീവനാണ്. അപ്പം ഗബ്രൂട്ടനെ ഞങ്ങൾ ആ രീതിയിലാണ് കാണുന്നതും, ഗബ്രൂട്ടനെ ഞങ്ങൾ കളിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതും ഗബ്രൂട്ടന് ഫുഡ് കൊടുക്കുന്നതും എല്ലാം തന്നെ ഞങ്ങൾ ആ രീതിയിലാണ്. പിന്നെ ഗബ്രൂട്ടന് കൊടുക്കുന്ന ഓരോ ഫുഡും നമ്മളാണെങ്കിൽ ഡോക്ടർമാരുടെ അടുത്ത് സംസാരിച്ചിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ള വീഡിയോകളും കാര്യങ്ങളും കണ്ട് അതിൽ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ടോ ഞങ്ങൾ ഓരോന്നും ഗബ്രൂട്ടന് കൊടുക്കുന്നതും ചെയ്യുന്നതും എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ഗബ്രൂട്ടന് ഇതുവരെയും ഞങ്ങൾ കൊടുക്കുന്ന ഫുഡിനകത്തുനിന്ന് മറ്റു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വന്നിട്ടില്ല. ഗബ്രൂട്ടൻ ഫുഡ് കഴിക്കാതിരുന്നിട്ടില്ല. നമ്മൾ ഗബ്രൂട്ടിൻ്റെ ഇഷ്ടം അനുസരിച്ച്, ഇപ്പം ഗബ്രൂട്ടൻ ഞങ്ങളാണെങ്കിൽ ഇടയ്ക്ക് ക്യാരറ്റ് കൊടുക്കുമായിരുന്നു, ബീട്രൂട്ട് കൊടുക്കുമായിരുന്നു. അപ്പം ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് ഗബ്രൂട്ടൻ ഈ കപ്പക്കിഴങ്ങ് കഴിക്കുന്നതിൻ്റെ അത്രയും നല്ല രീതിയിൽ ഇതൊന്നും കഴിക്കില്ല. ക്യാരറ്റ് പിന്നെയും കഴിക്കുമായിരുന്നില്ലേ, ക്യാരറ്റ് പിന്നെയും കഴിക്കുമായിരുന്നു, അവൻ അങ്ങോട്ട് അത് തൃപ്തിയായില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് അങ്ങ് കൊടുക്കുന്നത്. പക്ഷെ ഏത്തയ്ക്ക കൊടുത്താലും ഇത് കൊടുത്താലും അവൻ നല്ലതായും കഴിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വാഴക്കാപ്പം ഉണ്ടല്ലോ, ഇത് വാഴക്കാപ്പൂരി മറ്റേ എന്താ പറയുന്നത്, പഴംപൊരി, ഏത്തയ്ക്കാപ്പം. അപ്പൊ ഈ സംഗതി കൊണ്ടുവന്നിട്ട് പപ്പ വാങ്ങിച്ചുകൊണ്ടിരും. ഇവന് വേണ്ടി മാത്രം ഒരെണ്ണമെങ്കിലും പപ്പ വാങ്ങിച്ചുകൊണ്ടിരും. വന്നിട്ട് എന്ത് ചെയ്യുന്ന വിലപ്പോഴും എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാല് അതിന്റെ മേളത്തെ മാവുണ്ടല്ലോ, മാവ് മാറ്റിയതിന് ശേഷം അത് ഞാൻ തിന്നത്തില്ല കേട്ടോ, ഇവരായിരിക്കും. അത് മാറ്റിയതിന് ശേഷം അതിനകത്തുള്ള ആ ഏത്തയ്ക്ക ഗബ്രൂട്ടിന് ഉടച്ചു കൊടുക്കും. പപ്പ അതിനു വേണ്ടിയാണ് കൊണ്ട് തരുന്നത്, അത് മേടിച്ചുകൊണ്ട് തരുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ ഗബ്രൂട്ടിന് അവന്റെ ഇഷ്ടപ്പെട്ട ഫുഡുകളാണ് അവന് ഞങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുന്നത്. അവൻ എന്താണോ ഇഷ്ടം അതാണ് ഞങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ അവന് കൽക്കണ്ട് ശർക്കര ഇട്ട് കുറുക്കുകൾ അവന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ എന്ത് കുറുക്കുണ്ടാക്കിയാലും അതിനകത്ത് ശർക്കരയും പനങ്കൽക്കണ്ടും ഞങ്ങൾ ഇടാറുണ്ട്. ഒന്നുകിൽ ശർക്കര ഇടും, അതല്ലെങ്കിൽ പനങ്കൽക്കണ്ട് ഇടും. ശർക്കര ഞാൻ പാനി കാച്ചി അതിൻ്റെ അഴുക്ക് കളഞ്ഞതിന് ശേഷം അരിച്ച് ഒരു ബോട്ടിൽ മാറ്റി ഫ്രിഡ്ജിൽ വെച്ചേക്കും. ആവശ്യം വരുന്നതനുസരിച്ച് എടുത്ത് ഞങ്ങളത് ഉപയോഗിക്കാം പതിവ്. പിന്നെ പനങ്കൽക്കണ്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷം പനങ്കൽക്കണ്ട് നന്നായി പൊടിച്ചതിന് ശേഷം ഞങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ് പനങ്കൽക്കണ്ട് മോന് കൊടുക്കുന്നത്. എന്തോ ഭയങ്കര മൂക്കൊലിപ്പ, നല്ല ഒച്ചാവണം. ഇപ്പൊ നമ്മുടെ വീഡിയോയില് പറഞ്ഞില്ലേ ഗബ്രൂട്ടൻ നല്ല ഒച്ചാന്ന്, ഗബ്രൂട്ടൻ നല്ല ഒച്ചാന്ന് നമ്മൾ വീഡിയോയില് പറഞ്ഞില്ലേ. പുഞ്ചിരി വരട്ടെ അങ്ങോട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ, ഇത്രേ നമുക്ക് പറയാനുള്ളൂ. ആ ഒരു കമ്പനി ഉള്ളപ്പോഴാണ് ഇത് പറയണം തോന്നിയത്. ഏത് കുട്ടികളാണെങ്കിലും നമ്മൾ അവരുടെ ഇഷ്ടം അനുസരിച്ച് അവരോട് കളിച്ചും ചിരിച്ച് അവർക്ക് ഫുഡ് കൊടുക്കാൻ നോക്കും. എല്ലാ പിള്ളേർക്കും ഒരേ ഇഷ്ടങ്ങളല്ല, ഒരേ രീതിയിലും അല്ല കഴിക്കുന്നത്.
അതാ ഇപ്പം ഫുഡ് കഴിക്കുന്ന കുട്ടികളും ഉണ്ടാവും, ഫുഡ് കഴിക്കാത്ത കുട്ടികളും ഉണ്ടാവും. ഞാനൊക്കെ എന്റെ പണ്ടത്തെ സ്വഭാവം വെച്ചാൽ ഫുഡ് തീരെ കഴിക്കില്ലായിരുന്നു. ഇപ്പോഴത്തെ എന്റെ സ്വഭാവം വെച്ചാൽ എന്ത് കിട്ടിയാലും വലിച്ചോരി ഞാൻ കഴിക്കും. അപ്പം നമ്മുടെ കുട്ടികളുടെയൊക്കെ സ്വഭാവം ചിലപ്പോൾ നേരത്തെ പോലെ ആയിരിക്കില്ല ഇപ്പൊ വരുന്നത്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഞാൻ വേറൊരു സ്കെൽറ്റ് ആയിരുന്നു. ഡോറെ ഞങ്ങളുടെ കല്യാണ സമയത്തുള്ള ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം വേറെ ഡോറയ്ക്ക് ഒന്ന് വണ്ണുണ്ടായിരുന്നു, ഞാൻ വേറെ സ്കെൽറ്റ് ആയിരുന്നു. അപ്പം പിന്നെ നമ്മുടെ രീതിക്ക് മാറി വന്നപ്പം ഫുഡ് എനിക്ക് പിന്നെ ആകെ ഡോറയുടെ കയ്യിൽ നിന്ന് വളരെ കുറച്ച് നാള് മാത്രം ഞാൻ ഫുഡ് കഴിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പോ എന്താ പറയാ, ഞാൻ പറയില്ലേ നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വരുമ്പോൾ നമുക്ക് ഓരോ ഇത് വരും. എനിക്ക് കരച്ചിൽ വരുമ്പോഴും എനിക്ക് സങ്കടം വരുമ്പോഴും ദേഷ്യം വരുമ്പോഴും എനിക്ക് ഭയങ്കര വിശപ്പ് വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഫുഡ് ഒരുപാട് കഴിക്കും. ഡോറയ്ക്കത് അറിയാവുന്ന ഇഷ്ടം പോലെ ഫുഡ് കഴിച്ചോണ്ടിരിക്കും. എന്നെ നാസി എന്നെ വിളിക്കുന്നത് എന്തായിരുന്നു, അണ്ടവയറോ എന്തോ ഒരു പേര് പറയാം കേട്ടോ. എന്നുവെച്ചാൽ ഞങ്ങള് പുറത്തു പോകുന്ന സമയത്ത് എനിക്ക് വിഷമോ അല്ലെങ്കിൽ ദേഷ്യമോ സങ്കടമൊക്കെ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പുറത്ത് പോകുന്ന സമയത്ത് ഞാൻ ഫുഡ് വാങ്ങിച്ച് കഴിക്കും. അപ്പോൾ എനിക്ക് ഇഷ്ടം പോലെ ഫുഡ് കഴിക്കാൻ എനിക്ക് ഇങ്ങനെ ടെൻഡൻസി വരും. അപ്പോൾ അവന് ഭയങ്കര ദേഷ്യമാണ്, അവന് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അവൻ എന്നെ അതിന് ഇങ്ങനെ വഴക്ക് പറയും. എന്നിട്ട് ഇപ്പൊ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ കയറാം, നമുക്ക് ഫുഡ് കഴിക്കാൻ കയറാം എന്ന് ഞാൻ പറയും, വേണ്ട. അവൻ എന്നോട് പറയുന്നത്, വേണ്ട, നിന്നെയും കൊണ്ട് ഫുഡ് കഴിക്കാൻ കയറാൻ പറ്റത്തില്ല, നീ ഉള്ള എല്ലാം തീർത്തിട്ട് വരുത്തോളാം. ഞാൻ പയ്യെ ഫുഡ് കഴിക്കത്തുള്ളൂ. ഇത് അനാസിന്ന് വെച്ചാൽ സ്പീഡിന് ഫുഡ് കഴിക്കും. പക്ഷെ ഞാനെന്ന് വെച്ചാൽ ഭയങ്കര സ്ലോയിലെ ഫുഡ് കഴിക്കും. പക്ഷെ ഇഷ്ടം പോലെ ഫുഡ് കഴിക്കും. ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കാനും കുളിക്കാനും താമസിക്കാനും. ഫുഡ് കഴിക്കാതിരുന്ന എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിക്കുവാണെങ്കിൽ ഫുഡ് കഴിച്ച് ആദ്യം അത് കഴിച്ച് പിന്നെ ഇത് കഴിച്ച് അങ്ങോട്ട് തുടക്കാതെ ഇപ്പുറത്തെ സൈഡും ഉണ്ടാവും, അല്ലേ സൈഡും ഉണ്ടാവും. അപ്പോ നമ്മുടെ എല്ലാ കുട്ടികളുടെ സ്വഭാവം മാറി. ഞങ്ങളൊക്കെ കുട്ടികളായിട്ടല്ലേ വളർന്നു വന്നത്. അപ്പം ആ വന്ന മാറ്റങ്ങളൊക്കെ ഞങ്ങൾക്കും അറിയാലോ. നിങ്ങളെല്ലാവരും അതുപോലെ തന്നെ കുട്ടികളായിട്ടാണ് വലുതായത്. അപ്പം നമ്മളും കുഞ്ഞുങ്ങൾക്കൊപ്പം നിൽക്കുമ്പോൾ കുഞ്ഞുങ്ങളായി നിന്ന് കുഞ്ഞുങ്ങൾക്കൊപ്പം നിൽക്കാൻ ശ്രമിക്കുക. അപ്പൊ കുഞ്ഞുങ്ങളും നമ്മളെ അംഗീകരിച്ച് അവർക്ക് വേണ്ട രീതിയിൽ നമ്മളോട് അവർ റിയാക്ട് ചെയ്യും. ഓക്കെ, ഇതൊന്നും ഞാൻ റിസർച്ച് ചെയ്തിട്ടോ കണ്ടുപിടിച്ചിട്ടോ ഇതിൽ പഠനം നടത്തിയിട്ടോ ഒന്നുമല്ല. എനിക്കൊരു മോൻ ഉണ്ടായ സമയത്ത് അവനുമായിട്ട് ഞാൻ കളിക്കുകയും ചിരിക്കുകയും തമാശ പറയും അവനോട് കൂടുതൽ ഞാൻ അടുക്കുകയും ചെയ്ത സമയത്താണ് എനിക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ പല വീഡിയോയിലും ഇതുപോലെ ഫുഡ് കൊടുക്കാൻ ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഒരിക്കലും നിങ്ങളുടെ കുട്ടി ഫുഡ് കഴിക്കുന്നില്ല എന്ന് വെച്ചിട്ട് മറ്റൊരു കുട്ടി ഫുഡ് കഴിക്കുന്ന കുട്ടിയെ കാണുമ്പോൾ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയാതിരിക്കുക. അതൊരു പക്ഷേ നിങ്ങൾക്കത് മനസ്സിനൊരു സുഖമായിരിക്കാം, പക്ഷെ അത് കേൾക്കുന്നവർക്കും അനുഭവിക്കുന്നവർക്കും കാണുന്നവർക്കും അത് സുഖമല്ല, സങ്കടമായിരിക്കും ഉണ്ടാവുക. മാത്രമല്ല ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു പറച്ചിലോ അല്ലെ നിങ്ങളുടെ ആ ഒരു കണ്ണോ ആയിരിക്കാം ആ ഒരു കുട്ടിക്ക്. അതായത് ഞാൻ അങ്ങനെ കണ്ണേറിലും ഇതിലൊന്നും വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ളതല്ല. പക്ഷെ നമ്മുടെ ഗബ്രൂട്ടൻ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഗബ്രൂട്ടിന്റെ കളിയും ചിരിയും വീഡിയോസ് ഇടാൻ തുടങ്ങിയതിന് ശേഷം ഗബ്രൂട്ടന് ഇപ്പം ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അവന് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും വരാൻ തുടങ്ങി. അപ്പം അന്നേരം എനിക്ക് ചെറിയൊരു പേടിയും കാര്യങ്ങളും വന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് ചിലപ്പോൾ ഇനി മുതൽ നമ്മൾ ഗബ്രൂട്ടന്റെ വീഡിയോസ് ഇടുന്നത് കുറവായിരിക്കും എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ വേറൊന്നുമില്ല. അപ്പോ ഇത്രേ ഉള്ളു കൂട്ടുകാരെ നമുക്ക് പറയാനായിട്ട്. അപ്പൊ നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ കുട്ടികളായിട്ടൊന്ന് കളിച്ച് ചിരിച്ച് തമാശകൾ കാണിച്ച് ഫുഡ് കൊടുത്ത് നോക്കുക. കഴിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ള നോക്കുക. കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മാത്രമല്ല നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൂട്ടുകാരെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഈ ഒരു കുഞ്ഞു ഫാമിലി നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ. ബൈ.